മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. കാര്യങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയ 3 പേരും കാണുന്നത് കുഞ്ഞിക്കയ്യാൽ ഒരുവളെ ഊട്ടുന്ന മിടുക്കിയാണ്. വലിയ കാര്യത്തോടെയാണ് വാരിക്കൊടുപ്പെങ്കിലും എണ്ണയെടുത്താൽ 3-4 വറ്റേ മണിക്കുട്ടിയുടെ നാവിൽ ചെല്ലുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കുഞ്ഞിപ്പെണ്ണ് കൊടുക്കുന്നത് കണ്ടാൽ എന്തോ എടുക്കാൻ വയ്യാത്ത ജോലി എടുക്കുന്ന പോലെയാണ് തോന്നുക. പക്ഷേ നാവിൽ കിട്ടുന്ന ഓരോ അരിമണിക്കും അമൃതിന്റെ രുചിയായിരുന്നു മണിക്കുട്ടിക്ക് ആ നേരം. ഇങ്ങനെയാണെങ്കിൽ കണ്ണും കണ്ണുവിന്റെ പൊന്നും കുറെ ചോറുണ്ണും. വാരിയെടുക്കുന്നതൊക്കെയും ദാ നിലത്ത് അത്തപ്പൂക്കളം തീർക്കുന്നുണ്ട് ട്ടോ. ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു സീത കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി. ഇനി കണ്ണിനും കണ്ണിന്റെ പൊന്നിനും മുത്തശ്ശി വാരിത്തരാട്ടോ, അല്ലാതെ രണ്ടിന്റെയും കഴിപ്പൊന്നും നടക്കില്ല. സാധാരണ വേറെ ഏത് സമയമായിരുന്നെങ്കിലും ആ ചോറുപാത്രം വാങ്ങിയ നേരത്ത് തന്നെ പെണ്ണ് കാറിക്കൂവി പൊളിച്ചേനെ. പക്ഷേ മുന്നിൽ അടച്ചു വെച്ചിരിക്കുന്ന മീൻ പൊരിച്ചതിൽ കണ്ണു മൊത്തം കിടക്കുന്നത് കൊണ്ട് ആരിനി വാരിത്തന്നാലും കഴിച്ചോളാം എന്ന രീതിയായിരുന്നു ആ നേരം കുഞ്ഞിപ്പെണ്ണിന്റെ മനസ്സിൽ. അതുപോലെ തന്നെ കുഞ്ഞു വാരിക്കൊടുത്തപ്പോൾ മാത്രം വിശപ്പറിഞ്ഞവൾക്ക് അമ്മയുടെ ഉരുളുകൾ അമൃതായി. എടുത്ത ചോറ് പോരാഞ്ഞ് രണ്ടാമത് കുറച്ചും കൂടി എടുത്ത് 2 പേരെയും വയറു നിറച്ച് ആഹാരം കൊടുത്ത ശേഷമേ രണ്ടിനെയും സീത ടേബിളിൽ നിന്ന് എഴുന്നേൽക്കാൻ കൂടി സമ്മതിച്ചുള്ളൂ. അവിടുന്ന് വരുന്ന വഴിയും ഇവിടെ വന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചിരുന്നെങ്കിലും അതൊന്നും മനസ്സിലാവാതെ കരഞ്ഞുകൊണ്ടിരുന്നവളെ എത്ര പെട്ടെന്നാണ് പൊന്ന് ഈ പരുവത്തിലാക്കിയെന്ന് ചിന്തിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ ശരിക്കും ദൈവത്തിന്റെ പ്രതിരൂപം തന്നെയെന്ന് സിഗിതയ്ക്കും തോന്നിപ്പോയി. പിന്നങ്ങോട്ട് പൊന്നിന്റെ കണ്ണും കണ്ണിന്റെ പൊന്നിന്റെയും തട്ടകമായിരുന്നു ആ വീട്. കുറച്ചു മുന്നേ കരഞ്ഞു നിലവിളിച്ച് ആകെ ബഹളമുണ്ടാക്കിയവൾ ഇപ്പൊ കണ്ണുകുത്തി കളിക്കുന്ന കണ്ടുകൊണ്ടാണ് ആൽബി അവിടേക്ക് ചെന്ന് കയറിയത്. ഇതെങ്ങനെ സംഭവിച്ചു? അത്ഭുതം കൊണ്ടുള്ള ചോദ്യത്തിന് കുഞ്ഞിപ്പെണ്ണിനെ ചൂണ്ടിക്കാട്ടി ശ്രീധരൻ ചിരിച്ചതും ആൽബിയും അതിനൊപ്പം ചേർന്നു. അന്നത്തെ ദിവസം ഹരി അവർക്കാർക്കും മുന്നിൽ വെട്ടപ്പെട്ടില്ല. അവന്റെ വന്നു കയറിയപ്പോഴുള്ള മുഖഭാവവും ഈയിടെയായിട്ടുള്ള സ്വഭാവവും അറിയാവുന്നതുകൊണ്ട് ഹരിയെ തിരക്കിയ ശ്രീധരനോടും സീതയോടുമൊക്കെ അയാൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചു. സാധാരണ എന്നും രാത്രി പഴയ പഴയ കാര്യങ്ങളോർത്ത് ഉറക്കമില്ലാതെ കിടന്നവന് അന്ന് ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം മണിക്കുട്ടി മാത്രമാണ് നിറഞ്ഞു നിന്നത്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റവൻ പാല് വാങ്ങി വരുന്ന വഴിയിൽ മുന്നിൽ മുറ്റമടിച്ചു നിൽക്കുന്നവളെ കണ്ടിരുന്നു. അവളും അവനെ കണ്ടതും സാധാരണ പോലെ പെണ്ണ് ചിരിച്ചു. പക്ഷേങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നില്ല എന്ന ഭാവത്തിൽ ഒരുവൻ സ്വന്തം വീടിന്റെ ഗേറ്റും തുറന്ന് അകത്തേക്ക് കയറിപ്പോയി. എന്നെ കണ്ടില്ലായിരുന്നോ ഹരി സർ? സംശയത്തിൽ അവൾ ഓർത്തു. കണ്ടല്ലോ, നോക്കുകയും ചെയ്തല്ലോ. മനസ്സ് ഉറപ്പു പറഞ്ഞതും അവളുടെ മുഖം വാടി. വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കണ്ടാൽ മുഖം മാറ്റി നടക്കാതെയും നോട്ടം കുരുക്കുമ്പോൾ കുഞ്ഞതെങ്കിലും ഒരു പുഞ്ചിരിയും കിട്ടിത്തുടങ്ങിയിട്ട്. ഇപ്പോതേ പിന്നെയും പഴയ പോലെയായി. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ഇതിപ്പോ ആ കൊച്ചിന് നിന്നോടെന്ത് ദേഷ്യം വരാനാ മണിക്കുട്ടി? അല്ലേ തന്നെ അങ്ങനെ എന്തെങ്കിലും ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ അവൻ ഞങ്ങൾക്കൊപ്പം നിന്നെ തിരക്കി വരുമായിരുന്നോ കൊച്ചേ? ഹരി സാർ പിന്നെയും പിണങ്ങി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവളെ സീത ആവും വിധമൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, എനിക്കറിയാം സാറിനെ. സത്യമായിട്ട് എന്നോട് പിന്നെയും പിണങ്ങി. അതുകൊണ്ടാ രാവിലെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോയത്. ഓരോന്നും ഓർത്തെടുത്ത് പറയുന്ന പെണ്ണിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ സീത വിഷമിച്ചിരിക്കുമ്പോഴാണ് ശ്രീധരൻ അവിടേക്ക് ചെന്നത്. ഇതെന്താടോ, രാവിലെ ആയപ്പോൾ പിന്നെയും തുടങ്ങിയോ? കരഞ്ഞു കൂവിയിരിക്കുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ടയാൾ ഭാര്യയ്ക്കടുത്തേക്ക് ചെന്നു. ഹരി നോക്കിയിട്ട് മിണ്ടിയില്ലെന്നോ മുഖം വെട്ടിച്ചു പോയെന്നോ ഒക്കെ പറഞ്ഞാണ് ഇന്നത്തെ ഈ കരച്ചിൽ മഹാമഹം. വല്ലാത്തൊരു നിസ്സഹായതയോടെ അവർ അദ്ദേഹത്തെ നോക്കി. ചേടാ, ഈ പെണ്ണിനെന്നും കരയാൻ ഓരോന്നൊക്കെ എവിടുന്നാണോ വരുന്നത്? എന്റെ പൊന്നു മോളെ, അവൻ ചിലപ്പോൾ നിന്നെ കണ്ടു കാണത്തില്ല. അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ നിന്നോടിപ്പോ ദേഷ്യം? അയാളും പരിതപിച്ചുകൊണ്ട് ചോദിച്ചതും ഇവിടെ ഒരുത്തിയുടെ കണ്ണ് പിന്നെയും നിറഞ്ഞൊഴുകി. സത്യ ശ്രീധരൻ മാമേ, ഹരിസർ ദേഷ്യത്തില്ല. ആഹാ, എങ്കിൽ പിന്നെ അത് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. നീ വന്നേ. അവൾ അത്രയും ഉറപ്പോടെ പറഞ്ഞതും ശ്രീധരൻ പെണ്ണിന്റെ കയ്യിൽ കയറി പിടിച്ചു. അയ്യോ, ഞാനില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ തീർപ്പാക്കിയിട്ടേ കാര്യമുള്ളൂ. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവളുടെ കയ്യും പിടിച്ച് ശ്രീധരൻ നടന്നതും അത്ര വരെ പോയി അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അറിയാമെന്ന് കരുതി സീതയും ഒപ്പം ചെന്നു. ആഹാ, ഇതെന്താ രാവിലെ എല്ലാരും കൂടി ബ്രേക്ക്ഫാസ്റ്റും ചായയും ഇട്ടുകൊണ്ട് ഒരുമിച്ചിങ്ങി പോന്നോ?
എന്തായാലും ഇവിടേക്ക് വരികയല്ലേ എന്ന് കരുതി കയ്യിലെടുത്ത കാസറോളിൽ നോക്കിക്കൊണ്ട് കൈമളി ചിരിച്ചതും അങ്ങനെ തന്നെ എന്നുള്ള അർത്ഥം വെച്ച് അവരും അകത്തേക്ക് കയറി. സീതമ്മേ പ്ലീസ്, മാമനോട് പറ സാറിനോടൊന്നും ചോദിക്കല്ലേന്ന്. ഇനിയിപ്പൊ കഷ്ടകാലത്തിന് തനിക്ക് സംശയം എന്തെങ്കിലുമാണ് വന്നതെങ്കിൽ ഈ ചോദ്യം ചെയ്യലോടെ ആള് മൊത്തത്തിൽ പിണങ്ങും എന്നവൾ ഭയന്നു. ഇതിലൊന്നും ഞാനില്ല, നീയായി നിന്റെ മാമനായി. പീലാത്തോസിനെ പോലെ കൈ കഴുകി അവള് പെട്ട പോലെയായി. കുഞ്ഞിപ്പെണ്ണെ എഴുന്നേറ്റില്ലേ കൈമളേട്ടാ? മോളുടെ ഒച്ചയും ബഹളമൊന്നും കേൾക്കാതെ സീത തിരക്കി. ഏയ്, രാത്രി അവിടുന്ന് വന്നിട്ടും പിന്നെയും കുന്തളിപ്പായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് എപ്പോഴും ആണ് ഉറങ്ങിയത്. മിക്കവാറും ഉറക്കം തീർന്ന് എഴുന്നേൽക്കാൻ എന്തായാലും 10-11 മണി കഴിയും. അദ്ദേഹം ചിരിച്ചത് എല്ലാവരും ഒപ്പം കൂടി. പക്ഷെങ്കിൽ അതിലൊന്നും പങ്കുചേരാൻ കഴിയാത്ത വിധം ഒരാൾ ഭയത്തിലായിരുന്നു. ഹരിയില്ലേ കൈമളെ? അകത്തിരിക്കുന്നതിന് മുന്നേ തന്നെ ശ്രീധരന്റെ അടുത്ത ചോദ്യവും മാഷിനെ തേടി ചെന്നു. ഉണ്ടടോ, സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നു. ഞാൻ വന്നത് ഹരിയെ കാണാനാ. ഇരിക്കും വഴി ശ്രീധരൻ പറയവേ അകത്തു നിന്നും അശരീരി പോലെ ആ ശബ്ദം തളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഇവിടുണ്ട് മാമ, പറഞ്ഞോ. ആ ശബ്ദം കേട്ട എല്ലാരും അവിടേക്ക് നോക്കിയപ്പോ ഒരുത്തി പേടിച്ചിട്ട് കണ്ണും പൂട്ടി സീതയ്ക്ക് പിന്നിലേക്ക് മറഞ്ഞു നിന്നു. ഹരി, നീ എന്തിട്ട് കൊച്ചിനോട് പിണങ്ങിയോ? മുന്നും പിന്നും ഒന്നുമില്ലാതെ ഒരൊറ്റ ചോദ്യം. കാര്യം മനസ്സിലാവാതെ കൈമളും ഇനി എന്താകും ദൈവമേ എന്നാലോചിച്ചു മണിക്കുട്ടിയും. ഞാൻ മിണ്ടാതെ മുഖം വെട്ടിച്ചു പോയത് അവൾക്ക് കൃത്യമായി മനസ്സിലായല്ലോ എന്ന ആശ്വാസത്തിൽ ഹരിയും ഒരു നിമിഷം നിന്നു. പിണങ്ങാനോ? എന്തിന്? അമ്പരപ്പോടെയായിരുന്നു കൈമളിന്റെ ചോദ്യം. ആ, ഇത് തന്നെയാണ് ഞാനും ഈ പെണ്ണിനോട് ചോദിച്ചത്. പക്ഷെ കൊച്ചു കേൾക്കണ്ടേ? ഹരിസാറ് പിണങ്ങി, ഇനി എന്നോട് മിണ്ടില്ല, എന്നെ നോക്കിയില്ല, ചിരിച്ചില്ല. എന്റെ പൊന്ന കൈമളെ, ഒന്നും പറയണ്ട. ആകെ കുഴഞ്ഞ പോലെ ശ്രീധരൻ തല ഇരുവശത്തേക്ക് മാറ്റി. ആണോ ഹരി? നിങ്ങൾ തമ്മിൽ പിന്നെയും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? കൈമളി ചോദിക്കെ അതുവരെ സീതമ്മയുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന മണിക്കുട്ടിയെ നോക്കിക്കൊണ്ടവൻ അവൾക്ക് മുന്നിലേക്ക് നടന്നു ചെന്നു. ഹരി, ഒരു നിമിഷം അച്ഛാ, ആദ്യം പരാതിക്കാരിയെ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തരാം ഉത്തരം. അവൻ അങ്ങോട്ട് മുന്നിലേക്ക് വന്നതും സീത ഇരുവർക്കും ഇടയിൽ നിന്ന് മാറാൻ ശ്രമിച്ചപ്പോഴേക്കും പെണ്ണ് അമ്മയുടെ 2 കൈയും പിന്നിലൂടെ പിടിച്ച് തനിക്ക് നേരെ തന്നെ നിർത്തി. മണിക്കുട്ടി, തല മാത്രം പിന്നിലേക്കാക്കി ശാസിക്കും പോലെ സീത വിളിച്ചെങ്കിലും അവള് സീതയെ അനങ്ങാൻ സമ്മതിച്ചില്ല. സീതമ്മ മാറിക്കോ, അവൾ പിടിവിട്ടോളും. പെണ്ണിന്റെ പിടുത്തം കണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാത്ത പോലെ ഹരി പറഞ്ഞതും അവളും പതിയെ കൈ അയച്ചു കൊടുത്തു. സീത സൈഡിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പൊ മണിക്കുട്ടിയും ഹരിയും നേർക്ക് നേരെയാണ്. ആകെ ഒരു വ്യത്യാസം, ഒരാൾ തല ഉയർത്തിയും മറ്റേയാൾ തല താഴ്ത്തിയുമാണ് നിൽക്കുന്നത് എന്ന് മാത്രമാണ്. അപ്പൊ പറഞ്ഞോ കൺമണി? തന്റെ പൂർണ്ണമായ പേര് വിളിക്കുന്ന കേട്ടതും പെണ്ണ് ആ പേടിയിലും ഞെട്ടി അവന്റെ കണ്ണിലേക്ക് നോക്കി. എല്ലാവർക്കും താൻ മണിക്കുട്ടിയാണ്. എന്തിന്, ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് പോലും. പൊന്നിന് മാത്രം കണ്ണ്. പക്ഷെ തന്റെ സർട്ടിഫിക്കറ്റിലെ പേര് നാളുകൾക്കിപ്പുറം ആദ്യമായി വിളിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ഈ ആളാണ്. എന്നെ നോക്കി നിൽക്കാനല്ല കൺമണിയോട് പറഞ്ഞത്. എനിക്ക് വേണ്ടത് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമാണ്. കൈയും കെട്ടി ഗൗരവത്തോടെയുള്ള ആ ചോദ്യം കേൾക്കുമ്പോഴേ കൈയും കാലും വിറയ്ക്കും. അപ്പൊ പിന്നെ ഇനി കാരണമായിട്ട് എന്തു പറയാനാ? ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്നുള്ള നോട്ടം അവൾ എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കി. പക്ഷെ അവളോട് ചോദ്യം ചോദിച്ചവനെ നോക്കുമ്പോൾ മനസ്സുണ്ടെങ്കിലും സഹായിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. കൺമണി, അത് പിന്നെ എന്നെ കാണുമ്പോൾ സാറ് ചിരിക്കാറുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇന്ന് ഞാൻ സാറിനെ നോക്കി ചിരിച്ചിട്ടും സാറ് നോക്കിയത് പോലുമില്ല. അപ്പൊ ഞാൻ കരുതി. ഒറ്റ വായിൽ അവള് മനസ്സിലുണ്ടായിരുന്ന കാര്യമത്രയും അതുപോലെ അങ്ങ് പറഞ്ഞു. കരുതി സാറ് പിണങ്ങിയെന്ന്. ശബ്ദം അപ്പോഴും നല്ലോണം താന്നുപോയി. അപ്പോ എന്നും ചിരിച്ച് കൺമണിയോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ മിണ്ടാതിരുന്നപ്പോ കൺമണിക്ക് തോന്നി ഞാൻ കൺമണിയോട് പിണങ്ങിയെന്ന് അല്ലേ? അങ്ങനെ ഞാൻ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? മൂളാനല്ല പറഞ്ഞത്. കാരണമുണ്ടാകും, അവള് പെട്ടെന്ന് കയറി പറഞ്ഞു. എങ്കിൽ കാരണമുണ്ട്. അതുവരെ ചോദ്യോത്ത പരിപാടി കണ്ട ഇടവും വലവും മാറി മാറി നോക്കിയിരുന്നവരുടെയൊക്കെ നോട്ടം ഒരു നിമിഷം ഹരിയിലേക്ക് മാത്രമായി. അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സ്വന്തം മുറിയിലേക്ക് പോയി.
അവിടുന്ന് തിരിച്ചിറങ്ങി വന്നവന്റെ കയ്യിൽ ഒരു വലിയ കോളേജ് ബുക്ക് ഉണ്ടായിരുന്നു. അവൾക്കടുത്തേക്ക് ചെന്നവൻ ആ ബുക്കും അതിൽ കൊളുത്തി വെച്ചിരിക്കുന്ന പേനയും അവൾക്ക് നേരെ നീട്ടി. കാര്യം മനസ്സിലായില്ലെങ്കിലും അവൾ അത് ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ഇരിക്കവിടെ. കേട്ടതും അവൻ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് അവൾ വേഗത്തിലിരുന്നു. ആദ്യ പേജെടുത്ത് എഴുതിക്കോ. എന്തെഴുതാനാണ് ഹരി? അവൻ അതിന് മറുപടി പറയാതെ അവളെ നോക്കുമ്പോൾ കാണുന്നത് ആദ്യത്തെ പേജും തുറന്നിരിക്കുന്നതാണ്. എഴുതിക്കോളൂ, ഹരിനന്ദൻ. പെണ്ണിന്റെ കണ്ണ് സംശയത്തിൽ ചുരുങ്ങിപ്പോയി. ഒപ്പം ചുറ്റുമുള്ളവരുടെയും. എന്തേ, മലയാളം എഴുതാൻ അറിയില്ലെന്നുണ്ടോ? ദേഷ്യത്തോടെ ഹരി ചോദിച്ചതും അവൾ പെട്ടെന്ന് ഹരിനന്ദൻ എന്നെഴുതി. അതിനോട് ചേർന്ന് തന്നെ എഴുതിക്കോന്ന് പറഞ്ഞ് അവൻ ഒരു നമ്പർ പറഞ്ഞു. അതവന്റെ നമ്പറാണെന്ന് അവൾക്ക് എഴുതും വഴി തന്നെ മനസ്സിലായി. ആൽബി. അടുത്ത കയ്യിലെ ബുക്കിലേക്ക് നോക്കി അവൻ അടുത്ത നമ്പരും പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് കൈമളിന്റെ, അവസാനം സതിയുടെ. അങ്ങനെ അവളുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെയും നമ്പർ അവൻ എഴുതിച്ചു. ഈ നമ്പരൊക്കെ എന്തിനാ മോനെ? സീത ചോദിക്കുമ്പോൾ അതേ ചോദ്യം തന്നെയായിരുന്നു പെണ്ണിന്റെ കണ്ണിലും. ഇപ്പൊ നീ എഴുതിയിരിക്കുന്ന ഇത്രയും പേരും നമ്പരും ഓരോന്ന് എഴുതിക്കൊണ്ട് അതും 100 വട്ടം എംബോസിഷൻ എഴുതി വെച്ചിരിക്കണം ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും. എംബോസിഷനോ? മണിക്കുട്ടി ഞെട്ടിക്കൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പോയി. മോനെ ഹരി, എന്താടാ? അല്ല, ഇനി എപ്പോഴെങ്കിലും ഇവളുടെ അമ്മയ്ക്കോ സഹോദരനോ ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി നടതള്ളാൻ തോന്നിയാൽ ആ വീട്ടിലെ ഹാളിലുള്ള ലാൻഡ് ഫോണിൽ നിന്നെങ്കിലും ആരെയെങ്കിലും വിളിച്ച് ഇൻഫോം ചെയ്യാൻ നമ്പർ അറിയണ്ടേ? അതിനാദ്യം നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ നമ്പർ ഓർമ്മയിൽ ഉണ്ടാവണ്ടേ? ഇങ്ങനെ എംബോസിഷൻ എഴുതി പഠിക്കുന്നൊന്നും പെട്ടെന്ന് മറക്കില്ല. അപ്പൊ പിന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ പോയി ആർക്കായാലും രക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റുമല്ലോ. ശരിക്കും പറഞ്ഞാൽ അകത്തിരുന്ന ചൂരൽ കൊണ്ട് അവളുടെ തുടയിൽ 2 പറ്റിച്ച് ദേഷ്യപ്പെട്ട് ഇതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ആ മുഖം നോക്കുമ്പോൾ അറിയാം താൻ പിണങ്ങിയെന്ന് പേടിച്ച് കരഞ്ഞു കരഞ്ഞ് ഒരു പരുവമായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത്രയും ദേഷ്യം വന്നിട്ടും ഇതുപോലെ സമാധാനത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തനിക്ക് വരുന്ന ദേഷ്യത്തിന് ചിലപ്പോൾ ആദ്യം ഒന്ന് കൊടുത്തേനെ താൻ. വലിഞ്ഞു മുറുകിയ മുഖം അങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അവൻ പറയുന്നത് ശരിയാണെന്ന് തന്നെ തോന്നി. കാരണം വീട്ടിൽ വന്നപ്പോൾ ആൽബി ചോദിച്ചപ്പോഴും നമ്പരൊന്നും കാണാതറിയാത്തത് കൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നുള്ള മറുപടി അവരെല്ലാം നേരത്തെ കേട്ടതാണല്ലോ. ഇതിപ്പോ നിന്നോടുള്ള സ്നേഹവും കരുതലുമായിട്ടൊന്നും നീ കാണണ്ട. എന്റെ കുഞ്ഞ് നിന്നെ കാണാതിരുന്നപ്പോൾ ഒരുപാട് കരഞ്ഞു. എനിക്ക് എന്റെ പൂവ് കരയുന്നത് ഒട്ടും ഇഷ്ടമല്ല. അത്രയും പരുക്കനായിട്ടായിരുന്നു അവളോടുള്ള അവന്റെ സംസാരം. എനിക്ക് എന്റെ കുഞ്ഞ് കരയുന്നത് ഇഷ്ടമല്ല പോലും. പിന്നെ എനിക്കാണോ ഇഷ്ടം? ഞാനാണോ അവളെ കരയിക്കുന്നത്? ആളെ വെച്ച് നോക്കുമ്പോൾ പൊന്നിന് എന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ കാര്യം പറയുമ്പോൾ അത് മാത്രം പറയത്തില്ല. പറഞ്ഞാൽ പിന്നെ ഈ ജാട കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നോക്കിക്കോ, എല്ലാം കൂടി ഒരു ദിവസം ഞാൻ കൊടുക്കുന്നുണ്ട്. അന്ന് പൊന്ന് ആളുടെ മുഖത്ത് നോക്കി പറയും, എനിക്ക് എന്റെ കണ്ണൂനെയാ ഇഷ്ടം, കണ്ണൂനെ മാത്രമാ ഇഷ്ടം, കണ്ണൂനെ ഒറ്റയ്ക്കായി ഇഷ്ടമെന്ന്. നോക്കിക്കോ, അന്നേ ഉള്ളൂ. അന്ന് ഞാനുണ്ടല്ലോ ഈ പറഞ്ഞതിനൊക്കെ എണ്ണി എണ്ണി ചോദിച്ചോളാം. എംബോസിഷൻ എഴുതി എഴുതി ഹരിയും ആൽബിയും ശ്രീധരൻ മാമനും കഴിഞ്ഞു. കൈമൾ മാഷ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒറ്റ ഇരിപ്പിന് എഴുതി തുടങ്ങിയിട്ട് ഇപ്പൊ ഉച്ചയായി. ആദ്യമൊക്കെ അവൻ പറയുന്നത് കേട്ടപ്പോൾ തന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണല്ലോ എന്ന് കരുതി എഴുതി തുടങ്ങിയതാ. പക്ഷെ എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുന്തം തീരുന്നില്ല. എഴുതിയാണെങ്കിൽ കയ്യും കഴയ്ക്കുന്നു. പോട്ടെ പുല്ലെന്ന് കരുതി എഴുതുന്നില്ല എന്ന് വെച്ച് 2 തവണ എഴുന്നേറ്റു. പക്ഷേ വൈകിട്ട് വരുമ്പോൾ ഇതൊക്കെ കൃത്യമായി എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ മേലാൽ ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ ആള് പോയേക്കുന്നെ. പറയുന്നത് കേട്ടാൽ വാമനൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. അങ്ങനെ വന്നാൽ ഞാൻ പിന്നെ എങ്ങനെ പൊന്നിനെ കാണും? അവളെ കാണാതിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ വയ്യ. ആ പോയ ഒരാഴ്ച തന്നെ മോളെ കാണാതിരുന്നപ്പോ താൻ അനുഭവിച്ച വേദന. നാശം. എത്ര കൈ കഴിച്ചാലും എഴുതിയിട്ടേ ഉള്ളൂ. എന്നാലും എന്റെ ദൈവമേ, ഈ വാമനെ എന്റെ തലയ്ക്ക് തന്നെ മുകളിൽ നീ കൊണ്ടുവച്ചല്ലോ. ആത്മഗതം ഇത്തിരി ഉറക്കെയായി പോയതും അവൾക്ക് കോഫിയുമായി വന്ന കൈമൾ മാഷ് വ്യക്തമായി അത് കേട്ടു. വാമനോ? ആരാ അത്? പിന്നെന്നുള്ള ചോദ്യം കേട്ടതും അവളുടെ കയ്യിലിരുന്ന പേന നിലത്തേക്ക് വീണുപോയി. ഒപ്പം പെണ്ണ് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും ചെയ്തു. അത് ഞാൻ പിന്നെ ചുമ്മാ ഒന്നുമല്ല, കാര്യമായി ആരെയോ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ ഞാൻ കേട്ടതാട്ടോ. അത് കേട്ടതും അവളുടെ മുഖം താന്നു. അപ്പൊ നേരല്ലേ? അവളുടെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാമായിരുന്നു താൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്.
എന്തായാലും ആത്മാർത്ഥമായിട്ടുള്ള ചീത്തവിളിയായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഭാഗ്യവാൻ മിക്കവാറും എന്റെ മകനായിരിക്കും അല്ലേ? പുരികം പൊക്കിയും താഴ്ത്തിയുമുള്ള ചോദ്യത്തിന് പെണ്ണ് തല ഉലുക്കിക്കൊണ്ട് തന്നെ ആ കസേരയിലേക്കിരുന്നു. എവിടം വരെ എത്തി എഴുത്ത്? ദേ ഇവിടം വരെ. അവൾ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഓ, അപ്പൊ തീരാറായി. എവിടെ തീരാറാകാൻ, മാഷച്ചനെ എഴുതി തുടങ്ങിയിട്ടുള്ളൂ. ഇനി പറയുമ്പോൾ പെണ്ണിന്റെ ചുണ്ട് കൂർത്തു. ശരി, അത് കഴിഞ്ഞാൽ പിന്നെ സീതയും കൂടി അല്ലേ ഉള്ളൂ. അതോടെ എഴുതിയാൽ തീർന്നില്ലേ? എഴുതണ്ടേ? ദേ ഒറ്റ അടിക്കിരുന്ന് എഴുതി എഴുതി എന്റെ കൈയൊക്കെ നീര് വെച്ചു, നോക്കിക്കേ. പെണ്ണ് പരാതിയും പറഞ്ഞുകൊണ്ട് കൈ അദ്ദേഹത്തിന് മുന്നിലേക്ക് നീട്ടി. ഇത് കഷ്ടാട്ടോ മണിക്കുട്ടി. ഒന്നുമല്ലേ, ഡിഗ്രിയുടെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് അല്ലേ നീ? നിനക്ക് ഇത്രയുമൊന്നും എഴുതാൻ വയ്യ എന്ന് പറഞ്ഞാൽ മോശാട്ടോ. ഓ ആയിക്കോട്ടെ, അല്ലേലും അച്ഛന്റെ മോനല്ലേ, മോന്റെ കൂടെയല്ലേ അച്ഛൻ നിൽക്കൂ. മാഷിന്റെ കളിയാക്കലിൽ പെണ്ണ് പിന്നെയും പിണങ്ങി. അങ്ങനെ പറഞ്ഞെന്നെ നീ അടിച്ചാക്ഷേപിക്കല്ലേ കൊച്ചേ. എനിക്ക് നീയും അവനുമൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ടല്ലേ കുഞ്ഞി പെണ്ണ് നിന്നെ എഴുതാൻ സമ്മതിപ്പിക്കില്ല എന്ന് കണ്ട് ഞാൻ അവളെ സീതയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചത്. മാഷി പിന്നെയും പുഞ്ചിരിച്ചു. അത് വേണ്ടായിരുന്നു, പൊന്ന് എന്റെ കൂടെ നിന്നേനെ. ആ മുഖത്ത് പിന്നെയും സങ്കടം കൂടി. അതെ അതെ, നിൽക്കുകയും ഇരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തേനെ. അവസാനം വൈകുന്നേരം ആ ചെറുക്കൻ വരുമ്പോൾ കയ്യിലിരിക്കുന്ന ബുക്കിൽ കുറച്ച് പൂവും കായും വീടും മാത്രം കാണും. അത് കഴിഞ്ഞുള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും? പൂച്ചക്കുഞ്ഞിന്റെ കഴുത്തിലെടുത്ത് പുറത്തിടുന്ന പോലെ എന്നെയും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അതുമാത്രമാണോ? പിന്നെ പൊന്നിനെ ഒന്ന് കാണാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പൊ ഒക്കെ അറിയാലോ. എങ്കിൽ പിന്നെ സമാധാനത്തിൽ പോയിരുന്ന് എഴുതിക്കോ. കൈമള് പറഞ്ഞതും പെണ്ണ് പിന്നെയും ചിണുങ്ങിക്കൊണ്ട് എഴുതാൻ തുടങ്ങി. എന്നാലും കൊച്ചേ, നീ എന്തിനടി എന്റെ മോനെ വാമൻ എന്ന് വിളിച്ചത്? അടുക്കളയിൽ കയറിപ്പോയിട്ടും സംശയം മാറാതെ അയാൾ പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. പാവം പിടിച്ച മഹാബലിയെ നീതിയും ചട്ടവും പറഞ്ഞ് തലയിൽ ചവിട്ടി തട്ടിയത് ആരാ? അത് വാമനൻ. അത്രേ ഉള്ളൂ. പെണ്ണ് പിണങ്ങിക്കൊണ്ട് മുഖം കൂട്ടിയതും അവൾ പറയാതെ പറഞ്ഞു പോയ അർത്ഥത്തെ ഓർത്തയാൾ അടുക്കളയിൽ നിന്ന് പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞതും അകത്തേക്കൊരു തല നീണ്ടു വരുന്ന പോലെ തോന്നിയാണ് കൈമള് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത്. ഇത്രയും പെട്ടെന്ന് എഴുതി കഴിഞ്ഞോ? അത്ഭുതം പോലെയാണ് അയാൾ ചോദിച്ചത്. എഴുതിയൊന്നും കഴിഞ്ഞില്ല, ഇത് ഞാൻ ബ്രേക്കിന് ഇറങ്ങിയതാണ്. അയാളോട് പിണങ്ങിക്കൊണ്ട് തന്നെ അവൾ നേരെ പോയി ആള് ഉണ്ടാക്കാൻ തുടങ്ങിയ മീൻകറിയുടെ അടുത്ത് നിന്നും പുള്ളിയെ തട്ടി മാറ്റി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. കൊച്ചെ, നീ എന്ത് പണിയായി കാണിച്ചേ? ഞാൻ മീൻകറി വെക്കാൻ തുടങ്ങുവാ. ഓ, കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ മീൻകറി ഗ്യാസിൽ വെച്ചാൽ വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല. അതിങ്ങനെ അടുപ്പിൽ തന്നെ ഇരുന്ന് ചെറിയ തീയിൽ മെഴുകി കുറുകി വരുമ്പോഴാണ് അതിന്റെ ആ രുചി വരിക. ഇതുപോലെ ഓരോന്ന് വായിൽ വെച്ച് കഴിക്കാൻ പറ്റാത്ത കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാ ആ വാമനൻ നാവ് വളച്ചാൽ കൈപ്പൻ കഷായം മാത്രം തുപ്പുന്നത്. മണിക്കുട്ടിക്ക് പണ്ട് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് എംപോസിഷൻ എഴുതുക. അത് എഴുതാതിരിക്കാൻ വേണ്ടി മാത്രം അത്യാവശ്യം നന്നായി പഠിക്കുന്നവളാണ്. ആ പെണ്ണിനാണ് ഇന്നിപ്പോൾ ഈ ബുക്ക് നിറയെ ഒരുവൻ എഴുതാൻ കൊടുത്തിരിക്കുന്നത്. ദേഷ്യം വരാതിരിക്കുമോ? ഒപ്പം കുഞ്ഞിപ്പെണ്ണിനെ വെച്ചുള്ള ഭീഷണി വേറെയും. എംപോസിഷൻ മാത്രമാണെങ്കിൽ അവൾ പിന്നെയും ക്ഷമിച്ചേനെ. ഇത് പക്ഷെ തന്റെ പൊന്നിനെ തൊട്ടാ ഭീഷണി. ഓ, അങ്ങനാണോ? പീരാന്ന് തന്റെ മോനെ എന്തൊക്കെയോ നാവിനും ചുണ്ടിനും ഇടയിൽ വെച്ച് പറയുന്നവളെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് മാഷി ചോദിച്ചു. ഓ, അങ്ങനെയാ? എങ്കിൽ പിന്നെ എന്റെ പൊന്നുമോളൊരു കാര്യം ചെയ്. അവിടെ നിന്ന് അടുപ്പിൽ മീൻകറിയും തോരനും പുളിശ്ശേരിയും ഒക്കെ വെച്ചിട്ട് മാറിയാൽ മതി. നോക്കട്ടെ, വായിക്ക് രുചിയായി കഴിച്ചിട്ട് എന്റെ മോൻ കാഞ്ഞിരം തുപ്പുമോന്ന്. കൈമള് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അയാൾക്ക് ആ കൊച്ചു പെണ്ണിന്റെ ചെയ്തികളെല്ലാം ആ നേരം ഒരുപാട് ഇഷ്ടമാകുന്നുണ്ടായിരുന്നു. പുളിശ്ശേരി, ബീൻസ് തോരൻ, അച്ചങ്ങ വെഴുക്ക്, മീൻ പൊരിച്ചത്, കുടംപുളിയിട്ട മീൻകറി. ഹോ, രാവിലെ മുതൽ കൈമളയുടെ അടുക്കളയിലായിരുന്നെന്ന് തോന്നല്ലോ. ഓരോന്നിന്റെയും മൂടി തുറന്ന് നോക്കുന്നതിനിടയിൽ സീത അത്ഭുതം വെച്ചു. ഒന്നും പറയണ്ട സീതേ, മോള് അവിടെ ആയിരുന്നത് കൊണ്ട് അങ്ങനെ ആരും അടുക്കളയിൽ ശല്യം ചെയ്യാനില്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഞാൻ കരുതി എന്റെ ഉള്ളിലെ കലാവാസനയെല്ലാം പുറത്തെടുക്കാൻ പറ്റിയ ദിവസം ഇന്നാണെന്ന്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി തന്നെ അങ്ങ് ഫുഡ് ഉണ്ടാക്കി. സീതയുടെ പുകട്ടൽ ഇഷ്ടമായതും അതെല്ലാം അത്രയും നേരം കഷ്ടപ്പെട്ട് നിന്നുണ്ടാക്കി വെച്ചവളെ പാടെ മറന്നതുകൊണ്ട് ക്രെഡിറ്റ് മുഴുവനും ആള് മൊത്തത്തിൽ വാങ്ങിവെച്ചു. കണ്ടു പഠിക്കും മനുഷ്യ,
ഇതാ സ്നേഹം. അല്ലാതെ ഞാനൊന്ന് വയ്യാതെ കിടന്നാൽ അപ്പൊ കണാരേട്ടന്റെ ചായക്കടയിൽ പോയി പൊതി വാങ്ങിക്കൊണ്ട് തരുന്നതല്ല. അത് ശരിയാ ശ്രീധര. വയ്യാതെ കിടക്കുന്നവർക്ക് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്താലും അതവർക്ക് മരുന്നിനേക്കാളും ഗുണം ചെയ്യും. തനിക്കിതൊന്നും അറിയാത്തത് കൊണ്ടാ. സീതയുടെ കളിയാക്കൽ കേട്ടപ്പോഴേ ദേഷ്യം വന്നു നിന്ന ശ്രീധരന് കൈമളുടെ കൂടെ സപ്പോർട്ട് കേട്ടതും പെരുവിരലിൽ നിന്നങ്ങ് പെരുത്ത് കയറി. നിനക്കെന്താ സീതേ, ഇതൊക്കെ ആ പെങ്കൊച്ച് വെച്ചതാവും. ഒന്നുമല്ലെങ്കിൽ രാവിലെ മുതൽ അവൾ ഇവിടെയല്ലേ? തോൽക്കാൻ മനസ്സില്ലാതെ ശ്രീധരൻ പറയവേ സീത ആണോ എന്നുള്ള അർത്ഥത്തിൽ കൈമളെ നോക്കി. അത് പിന്നെ ഇടയ്ക്കൊക്കെ പാചകം ചെയ്തു തന്നു എന്നല്ലാതെ ഇതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഒട്ടും വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ലാതെ കൈമളി പറഞ്ഞതും പിന്നെ അങ്ങോട്ട് ശ്രീധരന് ശിക്ഷയായിരുന്നു. എന്നാൽ കുഞ്ഞിപ്പെണ്ണിനെ കണ്ട സന്തോഷത്തിൽ മുറിയിൽ കയറുന്ന അവളോട് കളിച്ചുകൊണ്ടിരുന്നവൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞതുമില്ല. കണ്ണു, മോക്ക് ബെസുമം വന്നു അറിയോ? വിഷമം വരാനോ? എന്റെ പൊന്നിനോ? എന്തു പറ്റി എന്റെ കുഞ്ഞിപ്പെണ്ണിന്? അവളുടെ തുടുത്ത കവിളിൽ ഉമ്മ വെച്ചും താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചും ഉള്ളം കൈക്കുള്ളിൽ വിരലുകൾ വരഞ്ഞ് ഇക്കിളിയാക്കിയുമൊക്കെ മണിക്കുട്ടി ചോദിച്ചതും പെണ്ണ് കട്ടിലിൽ നിന്നും അവളുടെ മടിയിലേക്ക് ചാടിക്കയറി ഇരുന്നു കൊണ്ട് ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അതുവരെ അവൾക്കൊപ്പം മുട്ടുകാലിലിരുന്നവള് പെട്ടെന്ന് ഒരു കാല് മടക്കി താഴേക്കിട്ട് മറ്റേ കാല് സൈഡിലേക്ക് വെച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ അതിലേക്ക് വൃത്തിയായി കയറ്റിയിരുത്തി. നിച്ചേ, നിച്ചുണ്ടല്ലോ കണ്ണു. നിച്ച് കൈ വലിയ വേദന. വേദനയോ? എന്റെ പൊന്നിനോ? അതുവരെ കുഞ്ഞിപ്പെണ്ണിന്റെ ചിണുങ്ങല് കേട്ട് ഒപ്പം മൂളി രസിച്ചിരുന്നവൾ അവളുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ആ കൈയാകെ നോക്കി. എന്താ പൊന്നെ, എന്തു പറ്റി എന്റെ മുത്തിന്? വേവലാതിയും വെപ്രാളവും ഒക്കെ കൊണ്ട് അവൾക്ക് കണ്ണു നിറയാൻ തുടങ്ങി. നിശ്ചയ ഇവിടെ 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 ഒക്കെ വേദനയാ കണ്ണു. കുഞ്ഞ് വിരൽ തുമ്പിനറ്റവും കൈയും ഒക്കെ കാണിച്ചു കൊടുത്തതും മണിക്കുട്ടി കൈവച്ച് തടവി അപ്പുറവും ഇപ്പുറവും 1000 തവണ ചുംബിച്ചുകൊണ്ട് അവളെ ആകെ പൊതിഞ്ഞു പിടിച്ചു. നമുക്ക് കുഞ്ഞിന്റെ അച്ഛൻ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാം, എന്നിട്ട് ഡോക്ടർ മാമനെ കാണിക്കാം, അവളെ കൊണ്ട് മെല്ലെ ആട്ടി മണിക്കുട്ടി പറഞ്ഞതും പെണ്ണ് പെട്ടെന്ന് അവളുടെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. നോ നോ നോ, ഹോസ്പിറ്റലിൽ പോണ്ട. അവിടെ പോയ ദുസ്തൻ സൂചി വെക്കുത്തും. കുറച്ചു മുന്നേ കെട്ടിക്കൊടുത്ത തലയിലെ തൈത്തങ്ങുകൾ ഇരുവശത്തേക്ക് മാറ്റി പ്രതിഷേധത്തിൽ പെണ്ണിന്റെ മുഖം അങ്ങ് മാറി. ഇല്ലടാ പൊന്നെ, ആരും എന്റെ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെക്കില്ല. ഞാനുള്ളപ്പോൾ എന്റെ പൊന്നിനെ ആരെങ്കിലും സൂചി കൊണ്ട് കുത്താൻ കണ്ണ് സമ്മതിക്കുമോ? അല്ലെങ്കിൽ തന്നെ ഒരു കൈവേദനയ്ക്ക് ഏത് ഡോക്ടറാ ഇഞ്ചക്ഷൻ വെക്കുക? മെക്കം കണ്ണു, അരി പഞ്ഞല്ലോ. 1, 2, 3 എഴുതാത്ത ബേബീസിനെ ഡോക്ടർമാർ സൂചി കുത്തുംന്ന്. നാനേ ഒത്തിരി എഴുതിയല്ലോ, അപ്പോ ഡോക്ടർ നിറയെ കുത്തും. പെണ്ണ് കണ്ണും പൂട്ടി പറഞ്ഞത് മണിക്കുട്ടിക്ക് ചിരി വന്നുപോയി. അക്ഷരം എഴുതിക്കുന്നതിന് മുന്നേ വരെ കയ്യിൽ കിട്ടുന്ന എന്തും കൊണ്ടും ഭയങ്കര വരയായിരുന്നു പെണ്ണിന്. അതുകൊണ്ടാണ് ധൃതി പിടിച്ച് 3 വയസ്സിൽ തന്നെ കൊണ്ടുപോയി എഴുതിച്ചത്. പക്ഷെ അതിനുശേഷം പ്രത്യേകിച്ച് 1, 2, 3 പോലെയുള്ളതൊക്കെ എഴുതാൻ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇവിടെയുള്ള പഠിപ്പീര് അച്ഛൻ കൊച്ചിനെ കൊണ്ട് വെച്ചെങ്കിലും 5 തവണ എഴുതിച്ചിട്ടേ പെണ്ണിനെ വിടുള്ളൂ. ഓ, അപ്പൊ അതാണ് കാര്യമല്ലേ? അപ്പോ അച്ഛൻ തന്ന ഹോംവർക്ക് എന്റെ പൊന്ന് ചെയ്തിട്ടില്ല. മണിക്കുട്ടിയുടെ കണ്ണൊന്ന് കൂർത്തു. അത് എന്റെ കൈ ചുവവായോണ്ടല്ലേ? കുഞ്ഞിപ്പെണ്ണ് ആ ചുവന്ന ഉണ്ട കൈ അവൾക്ക് നേരെ നീട്ടി. പക്ഷെ വൈകിട്ട് വരുമ്പോൾ എഴുതിയില്ലെങ്കിൽ ആ വാമനൻ കുഞ്ഞിനെ വഴക്ക് പറയില്ലേ? വാമനല്ല, അരിയനെ അച്ചുന്നതാവില്ല പഞ്ഞെ. കുഞ്ഞിപ്പെണ്ണ് പിന്നെയും പാവം വെച്ചതും മണിക്കുട്ടിക്ക് സങ്കടമായി. ഇനിയിപ്പൊ എന്താ പൊന്നെ ചെയ്യാ? അവൾ പിന്നെയും കുഞ്ഞിനെ മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് കവിളിൽ അമർത്തി ചുംബിച്ചു. ഒരു വഴിയുണ്ട്. കുഞ്ഞിപ്പെണ്ണ് വെളുക്കെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എന്ത് വഴി? രഹസ്യ, ബാ പയ്യാം. കുഞ്ഞിപ്പെണ്ണ് അവളുടെ മടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ 2 കൈയും കഴുത്തിലൂടെ ചുറ്റി അവളുടെ മുഖം തന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പിന്നെ മെല്ലെ ചെവിയിൽ കാര്യം പറഞ്ഞു തുടങ്ങിയതും മണിക്കുട്ടിക്ക് ഇക്കിളിയായി. കണ്ണു മാരിയെ പോലെ രഹസ്യം പറയുമ്പോ ചിരിച്ചു. കുഞ്ഞിപ്പെണ്ണ് കയ്യും കെട്ടി പിണങ്ങിയതും അവള് വേഗം ചെവിക്കുള്ളിലേക്ക് ഒരു വിരൽ വെച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ അടുത്തേക്ക് നീങ്ങിച്ചെന്നു. ഇനി പറഞ്ഞു, ഞാൻ ചിരിക്കില്ല.
അത് കേട്ടതും കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് കാര്യം പറഞ്ഞു. എന്തായി നിന്റെ എംപോസിഷൻ? മുറിയിലേക്ക് കയറും വഴി സീത ചോദിച്ചതും ഒരുത്തിയുടെ മുഖം കുട്ടിക്കാലം പോലെ വീർത്തു. ആ വാമനന്റെ മുന്നിൽ എന്നെ തിന്നാൻ ഇട്ടുകൊടുത്തിട്ട് ഇപ്പഴാ പിന്നെ വരുന്നത്. സൗകര്യമില്ല മറുപടി കൊടുക്കാൻ. നേരെ ഇരുന്നവൾ മുഖം കൂട്ടി തിരിഞ്ഞിരുന്നു. എഴുതി തീർന്നെങ്കിൽ വേഗം എഴുതിക്കോ കേട്ടോ. വൈകുന്നേരം വരെ സമയം നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. ഞാൻ അപ്പോഴേക്കും എഴുതിക്കോളാം. പിണങ്ങി പറഞ്ഞുകൊണ്ട് ചരിഞ്ഞിരിക്കുകയാണ് പുറത്തൊരു കാറിന്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. ഈ നേരത്തിപ്പോ ആരാ കാറിൽ? പെണ്ണിന്റെ പിണക്കം കണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ സീത ജനലിലൂടെ പുറത്തു നോക്കി. ഹരി എന്താ ഇന്ന് ഉച്ചയ്ക്ക്? കൃഷ്ണ, വാമനൻ നേരത്തെ എത്തിയോ?